രഞ്ജിത്ത്. രഞ്ജിത്ത്, പറഞ്ഞോളൂ. പാലക്കാട് നിന്ന് ജയിച്ച പിഷാരിയുടെ വിജയത്തെ എങ്ങനെ നോക്കിക്കാണുന്ന ഒരു സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള. തീർച്ചയായിട്ടും പിഷാരടി നമ്മൾ ഇവിടെ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മൊത്തത്തിൽ നമ്മളുടെ രാഷ്ട്രീയത്തിൽ ഉള്ള രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് നല്ല ഒരു മാർക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ അതിലൊന്നാണ് പിഷാരടി. അതുപോലെ ചാണ്ടി ഉമ്മൻ, പിന്നെ നമ്മൾ ഈവൻ ചന്ദ്രശേഖർ ആളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ. അതിപ്പോൾ ഈവൻ ഇടതുപക്ഷത്തുനിന്ന് വരെ ഉണ്ടല്ലോ, രാധാകൃഷ്ണൻ, അങ്ങനെ പല ആളുകളുണ്ടായിട്ടുണ്ട്. ജയിച്ച കാര്യം നല്ലത് തന്നെയാണ്, സന്തോഷമാണ്. ബോധമുള്ള ആളുകൾ ഇതിലേക്ക് വരട്ടെ. അതുപോലെ ഇത്തവണത്തെ UDF വിജയം ഒരുപക്ഷെ UDF വിജയിച്ചില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് തകരുകയും പിന്നീട് 5 വർഷത്തിന് ശേഷം LDF ഭരിച്ച് 5 വർഷത്തിന് ശേഷം വീണ്ടും BJP അധികാരത്തിൽ എത്തുന്നുള്ള ഒരു ഭയം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട്. അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കൂടി കൂടുതൽ കിട്ടിയെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എന്തായാലും ഇത് താഴേക്കാണ് പോകുന്നത്. കാരണം അവരിപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള അവസരം എപ്പോഴും ഉണ്ട്. അവർക്ക് തിരുത്തിയാൽ അവർക്ക് രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഭാവിയിൽ ഇന്ത്യ മുന്നണി കേരളത്തിലുണ്ടാവും. അതാണ് ഉണ്ടാവാൻ പോണത്. ഗുഡ് ഈവനിങ് മിസ്റ്റർ ആരിഫ്. യെസ്, ഗുഡ് ഈവനിങ്. ശിവരാമൻ എന്നാണ്. പറയൂ. ഞാനൊരു കോൺഗ്രസിന്റെ ഒരു എന്താ പറയുക സ്ലീപ്പർ സെൽ എന്നൊക്കെ പറയാം. കോൺഗ്രസിന്റെ ഒരു അനുഭാവിയാണ്. നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്. ഒരു 73 മുതൽ 85 സീറ്റ് വരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അനാലിസിസ്, ഞാനൊരു ഞാനൊരു എഞ്ചിനീയർ ആണ്. അപ്പോൾ നമ്മളുടെ ഒരു ടീം ഇതിന് വെച്ച് 73-85 പ്രതീക്ഷിച്ചത്. BJPക്കും ഒരു 2 സീറ്റൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതിന് ഏറ്റവും ഞെട്ടിച്ചെന്ന് വെച്ചാൽ 100 മുകളിലേക്ക്. ഒന്ന് VD സതീശനെ ഞാൻ ആരിഫിന്റെ ഒരു വിധം എല്ലാ വീഡിയോസും കാണുന്നതാണ്. ഓക്കെ, അപ്പം VD സതീശനെ അത്രയും വിമർശിച്ചും കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അത് ഫാക്റ്റാണ്. എനിക്കും പേഴ്സണലി എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. കാരണം ആ ജമാഅത്തെ ഇസ്ലാമിയെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതൊക്കെ അത് ചേലക്കരയെന്നാണ് ആദ്യമായിട്ട് നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഓക്കെ, അത് ഞാൻ വേറൊരു പ്രാവശ്യം പറയാം. പ്രാവശ്യം കുറെ നാളായി വിളിക്കുന്നു. അപ്പൊ ആകെയുള്ള എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ നമ്മൾക്ക് സമാധാനം ഉണ്ടായിരുന്നു കേരളത്തില്. കാരണം പ്രതിപക്ഷം വളരെ ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ വന്നിട്ട് ഒരുപാട് തല്ലും കുത്തും വെട്ടുമൊന്നും ഉണ്ടാക്കാതാണ് ഇതുവരെ ഭരിച്ചത്. ഓക്കെ, സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇനി ഉണ്ടാകാൻ പോകുന്നത് നാളെ മുതല് ഈ പിണറായി മന്ത്രിസഭ കച്ചറ എന്ന് പറയുന്നത് നമുക്ക് റോഡിൽ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. യെസ്, അതെ. അത് നമ്മൾ ഞാൻ ഈ ഇലക്ഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് 2-3 പോസ്റ്റ് ഇട്ടതിൽ ഒന്ന് ഇതായിരുന്നു. അതായത് ഇടതുപക്ഷം എപ്പോഴും ഭരണപക്ഷത്തിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഈ തവണ ഇതിലെ പ്രശ്നം ഈ പിണറായി വിജയനെ ഒരു മുന്നിൽ വെച്ചു എന്നുള്ളതാണ് ഇവർ തോൽക്കാനുള്ള പ്രധാന കാരണം. ഞാനതിനങ്ങനെയാണ് കാണുന്നത്. പിണറായി വിജയന് പകരം ഒരു പുതിയൊരു നേതൃത്വത്തെ കാണിച്ച് വോട്ട് പിടിക്കാനൊരു സാഹചര്യം അവർ ഒരുക്കിയിരുന്നെങ്കിൽ ഇതുപോലൊരു തോൽവി എന്തായാലും ഉണ്ടാവില്ലായിരുന്നു. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ത്രൂ ഔട്ട് കേരള ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ബ്രില്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തൊരു പോസ്റ്ററാണ് പിണറായിയുടെ. എവിടെ ഉണ്ടെങ്കിൽ അത് എടുത്തെടുത്ത് കാണിക്കും. പക്ഷെ എന്നിട്ട് ജനങ്ങൾ തിരസ്കരിച്ചു. ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഇപ്പം ഈ നമ്മുടെ വിമതന്മാരൊക്കെ ജയിച്ചിട്ടുണ്ട്, ഐഷാപോറ്റി ഒഴികെ. അപ്പം ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജനങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്.